ഏത് സ്നേഹത്തിനകത്തോ അതിൻ്റെ പിന്നിൽ ഒരു ഇന്റൻഷൻ ഉണ്ടായിരിക്കും, ഒരു താല്പര്യം, ഒരു കാരണം. രണ്ട് പദം നിങ്ങൾ മറക്കരുത്. There is an intention and there is a reason. എല്ലാ സ്നേഹത്തിന്റെ പിന്നിലും ഒരു താല്പര്യവും ഒരു കാരണവും ഉണ്ടായിരിക്കും. ഈ രണ്ടുമില്ലാത്തൊരു സ്നേഹം നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഒരു മനുഷ്യനിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന എന്താ പാസ്റ്റർ പറഞ്ഞു വരുന്നത്? ഈ കാരണത്തിന്റെ പിന്നിൽ, എല്ലാ സ്നേഹത്തിന്റെയും കാരണത്തിന് പിന്നിൽ, ആമേൻ, there is a condition. There is a condition. ഞാൻ ഇന്നലെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത ഒരു ഭാഗം മാത്രം നിങ്ങളോട് സംസാരിക്കുക. ആ സ്നേഹത്തിന് പിന്നിൽ, ആ കാരണത്തിന് പിന്നിൽ, ഞാൻ സ്നേഹിക്കുന്നതിന് പിന്നിൽ there is a reason, there is an intention, there is a condition. ഒരു വ്യവസ്ഥയുണ്ട്, ഒരു കണ്ടീഷൻ. എന്താ കണ്ടീഷൻ? നബി എന്റെ ഭാര്യ, നിങ്ങൾ എന്റെ വിശ്വാസികള്, ഞാൻ നിങ്ങളുടെ പാസ്റ്റർ. അതല്ലേ? അതുകൊണ്ടല്ലേ കാരണവും കണ്ടീഷൻ തന്നെ. പാസ്റ്ററായിരിക്കുന്നിടത്തോളം സമയം, വിശ്വാസികളായിരിക്കുന്നിടത്തോളം സമയം, അല്ലേ? അല്ലേ? അല്ലെങ്കിൽ ഇല്ല. വിദേശത്ത് ഒത്തിരി വർഷങ്ങൾ ജോലി ചെയ്തവരുണ്ട് ഇവിടെ. അവിടുന്ന് ആ ചർച്ച് വിട്ട് ഇവിടെ വന്നു. ഇവിടുന്ന് ഈ സഭയുടെ മെമ്പേഴ്സാണ് നിങ്ങൾ. ഇന്ന് പല വിശ്വാസികളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിലും പഴയ സ്നേഹമുണ്ടോ? ഇല്ല. കാര്യം എന്നാ? ആ ഒരു കണ്ടീഷനിൽ നിങ്ങൾ മാറി, ആ ഒരു വ്യവസ്ഥയിൽ നിന്ന് മാറി വേറൊരു ആറ്റ്മോസ്ഫിയറിലേക്ക് നിങ്ങൾ വന്നു. അപ്പൊ റീസണകത്ത്, കാരണത്തിനകത്ത്, ആമേൻ, നിങ്ങൾക്കൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, നിങ്ങൾക്കൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. ആ വ്യവസ്ഥയിലെ എല്ലാ സ്നേഹവും ഹാങ്ങിങ് ഓൺ ദ കണ്ടീഷൻ. വ്യവസ്ഥയില്ലാത്ത ഒരു സ്നേഹവും ഇല്ല. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കും, ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ? അവസാനം ഞാനിത് മടങ്ങി കൊണ്ടുവരാം. മൂന്നാമത്തത്, ഏത് വ്യവസ്ഥയ്ക്കും, ഏത് കണ്ടീഷന് പിന്നിൽ there is an expectation. ഒരു പ്രതീക്ഷയുണ്ട്, ഇല്ലേ? എല്ലാ കണ്ടീഷനും പിന്നിൽ there is an expectation, there is a reason, there is a condition, there is a പ്രതീക്ഷയുണ്ട്. അത് ചെയ്യും, അങ്ങനെ ആയിരിക്കും, അല്ലേ? ഇങ്ങനെ ആയിരിക്കും ആ സ്നേഹം, ഈ രീതിയിൽ പോകും, അല്ലേ? നമുക്ക് ഒത്തിരി എക്സ്പെക്ടേഷൻസ് ഇല്ലേ? നമ്മളെ സ്നേഹിക്കുന്നവരിൽ നിന്ന് നമുക്ക് ഒത്തിരി എക്സ്പെക്ടേഷൻസ് ഇല്ലേ? ഇല്ലാത്തവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല. എന്നെ സ്നേഹിക്കുന്ന എല്ലാവരിൽ നിന്നും എനിക്കൊരു എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ഞാൻ എന്തെങ്കിലും പ്രതീക്ഷിച്ചോണ്ടാ സ്നേഹിക്കുന്നത്. ഞാൻ ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നില്ല. ആ പ്രതീക്ഷയിലാ നമ്മുടെ സ്നേഹം നമ്മൾ കൊണ്ടുപോകുന്നത്, അല്ലേ? ആമേൻ. നമുക്ക് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ഈ എക്സ്പെക്ടേഷൻസ് എപ്പോൾ മുറിയുമോ അപ്പോഴാ ഡിസപ്പോയിന്റ്മെന്റ്സ് വരും. എക്സ്പെക്ടേഷൻ ഫുൾഫിൽ ആയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഡിസപ്പോയിന്റ്മെന്റ്സ്, നിരാശ, അല്ലേ? ഇത് ശരിയാകത്തില്ല. ഞാൻ പ്രതീക്ഷിച്ചത് ജോയി ബ്രദർ ചെയ്തില്ല, അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിനോടുള്ള സ്നേഹത്തിൽ എനിക്ക് നിരാശയുണ്ടായി. Disappointments leads to division. നിരാശ നിന്നെ അകൽച്ചയിലേക്ക് കൊണ്ടുപോകും. നിരാശ എന്തിലേക്ക് കൊണ്ടുപോയി? അകൽച്ചയിലേക്ക് കൊണ്ടുപോയി. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആ വ്യക്തി നമ്മുടെ മുന്നിൽ നിന്നില്ല. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആ വ്യക്തി നമ്മുടെ ബിഹേവ് ചെയ്തില്ല. അതെന്തോയിലേക്ക് കൊണ്ടുപോയി? നിങ്ങളെ നിരാശയിലേക്ക് കൊണ്ടുപോയി. അകൽച്ചയിലേക്കല്ല, നിരാശയിലേക്ക്. നമ്മളിലേക്ക് സങ്കടം വന്നു,
നമ്മൾ നിരാശ വന്നു, നമ്മൾ ദുഃഖം വന്നു, നമ്മൾ അകലാൻ തുടങ്ങി. നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? നമ്മൾ അകന്നു. ആദ്യം നോക്കട്ടെ റീസൺ. അടുത്ത പറ കണ്ടീഷൻ. അടുത്ത എക്സ്പെക്ടേഷൻ, ഡിസപ്പോയിന്റ്മെന്റ്സ്. ഇതല്ലേ എല്ലാ ബന്ധങ്ങളും ഇങ്ങനെ കൂടിക്കലങ്ങി കിടക്കുന്നത്? എന്തുകൊണ്ടാണ് ഇന്ന് പല ബന്ധങ്ങളും നമുക്കില്ലാത്ത? നമ്മൾ പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ചത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്ത് പറ്റി? പല ബന്ധങ്ങളും മുറിഞ്ഞു. ഡിസപ്പോയിന്റ്മെന്റ്സ് വന്നപ്പോൾ അവിടെ ഡിവിഷൻസ് വന്നു. ആമേൻ. അവിടെ എന്ത് വന്നു? ഡിവിഷൻസ് വന്നു. ഈ ഡിവിഷനാണ് നമ്മളെ അകറ്റിക്കളഞ്ഞു. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അകൽച്ച. ആമേൻ. നമ്മളെ അകറ്റിക്കളഞ്ഞു. ആ ബന്ധങ്ങൾ മുറിഞ്ഞുപോയി. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വേഗത്തിൽ ഞാൻ മടങ്ങി വരിക. ക്രൂശിലെ സ്നേഹം എന്ത് കാരണത്താൽ എന്നെ നിങ്ങളെ സ്നേഹിച്ച്? റീസൺ എന്തായിരുന്നു എന്നെ നിങ്ങളെ സ്നേഹിക്കാൻ? നമ്മൾ ആരായിരുന്നു അദ്ദേഹത്തിന്റെ? നമ്മൾ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ? ഒന്നുമല്ലായിരുന്നു. ആയിരുന്നോ? അല്ല. പുറംപറമ്പിൽ കിടന്ന, ചേറ്റിൽ കിടന്ന എന്നെയും നിങ്ങളെയും ഒരു കാര്യവുമില്ലാതെ, ഒരു കാരണവുമില്ലാതെ, ഒരു പ്രതീക്ഷയുമില്ലാതെ നമ്മെ സ്നേഹിച്ച സ്നേഹമാ ക്രിസ്തുവിന്റെ സ്നേഹം. പ്രിയരേ, നമ്മളിപ്പോ പാടി നിത്യമാ സ്നേഹത്തിന് ആഴവും ഉയരവും അല്ലേ? അതുപോലെ അതിന്റെ അടുത്ത സ്റ്റാൻസ് ഉണ്ട്. എന്നാ പറയാ? നിത്യമാ സ്നേഹത്തിന് ആഴവും ഉയരവും. അത് കഴിഞ്ഞ് നെക്സ്റ്റ്, ഇഷ്ടരിൽ നിന്നല്ല തിരഞ്ഞെടുത്തോ എന്നെ. ഒത്തിരി ഇഷ്ടപ്പെട്ടവരുണ്ടായിരുന്നു, അതിന്ന് എന്നെ തിരഞ്ഞെടുത്തു. എന്തിനാ? പറ. ശുദ്ധരോടൊത്ത് അതിനു മുമ്പ് നമ്മൾ പാടി, ഞാൻ അകന്നാലും നീ എന്നോട്, ഞാൻ മറന്നാലും. അപ്പൊ ഡിസപ്പോയിന്റ്മെന്റ്സ് ഇല്ലാത്ത, ഡിവിഷൻ ഇല്ലാത്ത, എക്സ്പെക്ടേഷൻ ഇല്ലാത്ത ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ അത് യേശുവിന്റെ മാത്രമാ. അല്ലെങ്കിൽ നിങ്ങൾ പറ. നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നിങ്ങളുടെ എക്സ്പെക്ടേഷനെ ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ പാസ്റ്ററിന്, നിങ്ങളുടെ കൂട്ടുകാർക്ക്, നിങ്ങളുടെ നാട്ടുകാർക്ക്, നിങ്ങളുടെ ഭാര്യയ്ക്ക്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ആർക്കും നിങ്ങളുടെ എക്സ്പെക്ടേഷനെ ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. Youngsters, listen carefully. ആർക്കും നിങ്ങളുടെ എക്സ്പെക്ടേഷനെ ഫുൾഫിൽ ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഒരു പദം പറയാം, നമ്മളെ ഒരു എക്സ്പെക്ടേഷനും ഇല്ല, ഒരു പ്രതീക്ഷയും ഇല്ലാതെ ഇനിയും ഞാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നിന്നില്ലെങ്കിൽ പോലും ഒരു ഡിസപ്പോയിന്റ്മെന്റ്സും വരാതെ, അതിനകത്ത് ഒരു ഡിവിഷനും വരാതെ, വീണ്ടും നഷ്ടപ്പെട്ടു പോയ എന്നെ തേടി വരുന്ന ഒരു സ്നേഹം ഉണ്ട്. അത് മാത്രമാ ക്രിസ്തുവിന്റെ സ്നേഹം.